കൂട്ടുകാരെ, നമ്മളെ വെണ്ടയെ നശിപ്പിക്കുന്ന ആളുകളെയും കാണിച്ചു തരാം. നമ്മളെ ഈ വെണ്ടയിൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരില്ല. പക്ഷേ ഇതിലൊരു കീടങ്ങളുണ്ട്. കീടമെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഇല ചുരുട്ടിപ്പുഴു എന്ന് പറയുന്നതാണ്. ഈ വെണ്ട വളർന്നു കഴിയുമ്പം അതിൻ്റെ ഇലകളെല്ലാം ചുരുണ്ട് തൂങ്ങിക്കിടക്കും. അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തെല്ലാം പുഴു ഇരിക്കും. ഓരോ പുഴുവാണ് ആദ്യം കാണുന്നത്, പിന്നീട് അതിൻ്റെ കുട്ടികളുമൊക്കെ ആയിട്ട് നിറച്ച് വരും. അപ്പം നമ്മൾ ഇത് ആരംഭത്തിൽ ഓരോന്നിനെയായിട്ട് എടുത്ത് ഇതിനപ്പോഴത്തന്നെ അങ്ങ് ആ ഇലയോടുകൂടി ചുരുട്ടി വെച്ച് അങ്ങ് കൊന്നു കളയണതാണ് നല്ലത് കാര്യം. അല്ലെങ്കിൽ ഇത് മൊത്തം നമ്മളെ വെണ്ടയെ നശിപ്പിക്കും. ഇത് നോക്കി എല്ലാവരും ചെയ്ത് കളയണം. അതാണ് പറ്റിയത്. ഇതിൽ വെണ്ടയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല. ഈ ഇല ചുരുട്ടി പുഴുവിൻ്റെ ശല്യമാണ് കൂടുതൽ ഞാൻ കൃഷി ചെയ്യുമ്പം വരണം. അല്ലാതെ വേറെ ഈ വലിയ കേടുകളൊന്നും ഈ വെണ്ടയ്ക്ക് വരണില്ല. നട്ടിട്ട് നമ്മളെ നാടൻ വെണ്ടയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ഉണ്ടാവും. കൊമ്പൻ വെണ്ടയായാലും അതുപോലെയാണ്. അപ്പം ഈ നാടനിലാണെങ്കിൽ അങ്ങ് 2 ആൾ പൊക്കം ആയാലും വീണ്ടും കായ്ക്കും. അത്ര നിന്ന് കായ്ക്കുന്നതാണ് ഈ നാടൻ വെണ്ട. അതിലൊക്കെ ഇരിക്കുന്ന പുഴുക്കളെ കണ്ട അത് ഓരോന്നിരിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ നിറഞ്ഞാവും. അപ്പോൾ ആരംഭത്തിലെ നമ്മൾ ഈ ഒരു പുഴുവിനെ കാണുമ്പോഴേ ഇതിൽ വേറൊരു പുഴുവാണ് ഇലയിലിരിക്കുന്ന വലിയൊരു പുഴുവാണ്. ഇതൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കി അപ്പോഴേ തന്നെ അതിനെ ഇലയോട് വെച്ച് അതിനെ നശിപ്പിച്ച് കളയണതാണ് നല്ലത് ഈ ഇല ചുരുട്ടി പുഴുവിന്. അല്ലാതെ നമുക്കതിന് ഒരു മരുന്നുമില്ല. ഇതിനെ ഒന്നൊന്നായിട്ട് മെനക്കെട്ടാൽ മതി. ഈ ചുരുട്ടി വെച്ചേക്കുന്നതായിട്ട് അതിനെ അപ്പോഴപ്പോഴ് എടുത്ത് കൈകൊണ്ട് നശിപ്പിച്ച് കളയണതാണ് നല്ലത്. അല്ലാതെ ഇതിന് ഒരു മരുന്നുമില്ല. മരുന്നുണ്ട്, പക്ഷെ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ ജൈവ കൃഷിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. എല്ലാ വെണ്ടയിലും കാണും. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ മരുന്നടിക്കാത്ത വെണ്ടയ്ക്കായും എല്ലാം കഴിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് നട്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതെൻ്റെ കൊമ്പൻ വെണ്ട തൈയാണ്. ഇത് ഞാൻ നട്ടേക്കുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ പുഴുവിൻ്റെ ശല്യം വന്നു തുടങ്ങിയില്ല. തൈ ആയതുകൊണ്ട്. മറ്റത് ഇത്തിരി വളർന്ന വെണ്ടയാണ് അപ്പുറത്തെ വശത്ത് നിന്നത്. അത് ഇത്തിരി വലുതാണ്. ഇത് തൈ ആയതുകൊണ്ട് ഇതിൽ പുഴു വന്നില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.